പാൽപ്പൊടി എന്നത് ലോകമെമ്പാടും വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഡയറി പ്രോഡക്റ്റ് ആണ്. പാലിനു പകരമായിട്ട് മാത്രമല്ല പല ഭക്ഷണസാധനങ്ങൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. പാലിൽ നിന്നും വെള്ളത്തിന്റെ അംശം നീക്കം ചെയ്താണ് പാൽപ്പൊടി നിർമ്മിച്ചെടുക്കുന്നത്. ഇതുവഴി അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ സാധിക്കുമെന്ന് മാത്രമല്ല, സൂക്ഷിക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ്. പാൽപ്പൊടിയെ നന്നായി ഉണക്കിയെടുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ മാത്രമേ ശുദ്ധമായ പാലെത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ലോകത്തിന്റെ പല കോണുകളിലേക്കും ഈ പൊടിയുടെ രൂപത്തിൽ പാലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. മികച്ച നിലവാരമുള്ള പാൽപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ അതിന് നല്ല ക്വാളിറ്റിയുള്ള പാൽ തന്നെ വേണം. അത് കിട്ടാൻ വേണ്ടി പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയും മികച്ചതായിരിക്കണം. പശുക്കളെ വളർത്തുന്ന ഫാമുകളിൽ ഇതിനായി മാത്രം പച്ചപ്പുല്ല് കൃഷി ചെയ്യുന്ന വലിയ തോട്ടങ്ങൾ ഉണ്ടാകും. അവിടെ നിന്നും പുല്ല് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി വായു കടക്കാത്ത ടാങ്കുകളിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതുവഴി അതിന്റെ പോഷകഗുണം കൂടുകയും ചെയ്യും. ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന തീറ്റയാണ് പശുക്കൾക്ക് തിന്നാനായി കൊടുക്കുന്നത്. പാൽപ്പൊടി ഉണ്ടാക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാൽ ശേഖരിക്കലാണ്. ഫാമുകളിലെല്ലാം തന്നെ ഇതിനായി മികച്ച മെഷീനുകളും ഉണ്ടാകും. പാൽ കറന്നെടുക്കാൻ വേണ്ടി പശുക്കളെ കറങ്ങുന്ന ഒരു യന്ത്രത്തിലേക്ക് കയറ്റി നിർത്തുന്നു. ഇതിൽ ഒരേ സമയം ധാരാളം പശുക്കൾക്ക് നിൽക്കാനുള്ള സ്ഥലവും ഉണ്ടാകും. പാൽ കറക്കാനായി പശുവിന്റെ അകിടുകളിലേക്ക് മെഷീൻ കണക്ട് ചെയ്യുന്നു. ഇതിന്റെ അറ്റത്തുള്ള റബ്ബർ കപ്പുകൾ ചെറുതായി അകിടിനെ മസാജ് ചെയ്യുന്നത് വഴി എളുപ്പത്തിൽ പാൽ ചുരത്താൻ സഹായിക്കും. ഈ പാലിനെ പല ട്യൂബുകളിലൂടെ സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊണ്ടുപോകും. ഈ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയത്ത് പശുക്കൾക്ക് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങളുടെ ഹൈജീനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പ്രാവശ്യവും പാൽ കറക്കുന്നതിന് മുൻപ് ഈ ഉപകരണങ്ങൾ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കും. ഇത്തരം പ്രോസസ് വഴി പശുവിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, നല്ല എഫിഷ്യന്റ് ആയിട്ട് പാൽ ശേഖരിക്കാനും സാധിക്കുന്നു. വലിയ അളവിൽ പാൽപ്പൊടി നിർമ്മിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. പാൽ കറന്നതിനു ശേഷം പശുക്കളെ അവയുടെ കിടാവുകളുടെ അടുത്തേക്ക് വിടുന്നു. ഇത് അവയുടെ സന്തോഷം കൂട്ടാനും കാരണമാകും. മനുഷ്യരെ പോലെ തന്നെ പശുക്കൾക്കും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. അല്ലാത്ത സമയങ്ങളിൽ പശുക്കിടാവുകളെ ഫാമിന്റെ ഒരു പ്രത്യേക സെക്ഷനിൽ ആയിരിക്കും സൂക്ഷിക്കുന്നത്. അവിടെ ഇവയ്ക്ക് നന്നായി വളരാൻ സഹായിക്കുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം ആയിരിക്കും നൽകുന്നതും. അതിലെ ന്യൂട്രിയൻസ് പോലും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പശുക്കിടാവുകൾ വലുതായി കഴിയുമ്പോൾ ഇവയെയും മറ്റു പശുക്കളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് അവയിൽ നിന്നും പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ വലിയ അളവിൽ ശേഖരിച്ച പാലിനെ ട്രക്കുകളിലാക്കി പ്രോസസ്സിംഗ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നു. ഈ പാലിനെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിരവധി ടെസ്റ്റുകൾ നടത്തി പാലിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളുടെ ലെവൽ മുതൽ പ്രോട്ടീന്റെ ഫാറ്റിന്റെയും അളവ് വരെ കണ്ടെത്തുന്നു. ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് ഈ ലോഡുകളെ ടാങ്കറിൽ നിന്ന് ഫാക്ടറിയിലെ സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നത്. ഇനിയാണ് ഈ പാലിന്റെ ശരിക്കുമുള്ള പ്രോസസ്സിംഗ് തുടങ്ങുന്നത്. പാസ്റ്ററൈസേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പാലിനെ കുറച്ചധികം സമയത്തേക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കി അതിനെ അണുവിമുക്തമാക്കി മാറ്റുന്ന പ്രോസസ്സാണിത്. എങ്കിൽ മാത്രമേ അത് മനുഷ്യർക്ക് കുടിക്കാൻ പാകമാവുകയുള്ളൂ. ഇതിനുശേഷം പാലിനെ ഒരു കോൺസെൻട്രേഷൻ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു. ഇവിടെ വെച്ചാണ് പാലിലെ വെള്ളത്തിന്റെ അംശം നീക്കം ചെയ്യുന്നത്. 60 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയ പാലിനെ പ്രീ ഹീറ്റ് ചെയ്ത ഒരു ചേമ്പറിലൂടെ സ്പ്രേ ചെയ്യും. അതിനുള്ളിലെ ചൂടുവായു കാരണം പാലിലെ 80% ഈർപ്പവും ഇല്ലാതെയാകുന്നു. അതേസമയം തന്നെ പാലിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നുമില്ല. ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയ പാലിനെ വീണ്ടും ഉണക്കുമ്പോഴാണ് പാൽപ്പൊടി ആയി മാറുന്നത്. ഈ കോൺസെൻട്രേറ്റഡ് ആയ പാലിനെ ഹൈ പ്രഷറിൽ ഒരു ഡ്രൈയിംഗ് ടവറിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അതിനിടയിലൂടെ 220 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വായുവും കടത്തിവിടുന്നുണ്ടാകും. ഈ ഒരു പ്രോസസ്സോടെ പാലിൽ അടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള വെള്ളത്തിന്റെ അംശവും കൂടി ആവിയായി പോകുന്നതാണ്. ഇത് കഴിയുമ്പോൾ ആകെ ബാക്കി വരുന്നത് പാലിന്റെ പൗഡർ മാത്രമായിരിക്കും. ഈ പ്രോസസ്സുകൾക്ക് എല്ലാം കൂടി ഏതാനും മണിക്കൂറുകൾ ആവശ്യമായി വരുന്നുണ്ട്. 1 ലിറ്റർ പാലിൽ നിന്ന് ആകെ 180 ഗ്രാം പാൽപ്പൊടി മാത്രമാണ് ലഭിക്കുന്നത്. ശുദ്ധമായ പാൽപ്പൊടി വെള്ളത്തിൽ കലരാൻ ബുദ്ധിമുട്ടായതിനാൽ അതിനു സഹായിക്കുന്ന സോയിൽ ലെസിത്തീൻ എന്ന പൗഡറും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതിന്റെ സഹായത്തോടെ പാൽപ്പൊടിക്ക് വളരെ സ്മൂത്തായ ഒരു ടെക്സ്ചറും ലഭിക്കും. ഇത്രയും പ്രോസസ്സുകൾ ചെയ്യുന്നത് വഴി പാൽപ്പൊടി ദീർഘകാലം കേടാകാതെ ഇരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ തണുപ്പിക്കുക പോലും ചെയ്യാതെ ടിന്നുകളിലാക്കി ലോകമെമ്പാടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പാൽപ്പൊടി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടനെ നിരവധി ക്വാളിറ്റി ടെസ്റ്റിംഗ് പ്രോസസ്സുകളിലൂടെ അതിനെ കടത്തിവിടുന്നു. അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ക്വാളിറ്റി ഉറപ്പാക്കിയതിനു ശേഷമാണ് പാക്കിംഗ്. ഈർപ്പവും വായുവും ഒന്നും കടക്കാത്ത രീതിയിൽ അതീവ ശ്രദ്ധയോടെ വേണം ഇതിന്റെ പാക്കിംഗ് നടത്താൻ. എങ്കിൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അവസാനം ഈ ടിന്നുകളെ എല്ലാം സീൽ ചെയ്ത് ബോക്സുകളിൽ ആക്കി പാക്ക് ചെയ്യുന്നു. അവിടെ നിന്നും അത് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലൂടെ ലോകമെമ്പാടുള്ള കടകളിലേക്ക് എത്തും.
ഓരോ വർഷവും ലോകത്താകമാനം 1 കോടി ടൺ പാൽപ്പൊടിയാണ് ആവശ്യമായി വരുന്നത്. അതിൽ തന്നെ ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്.